ഗീതങ്ങൾ പടർന്നു മാമലദേശത്ത്. ഓരോ ചുവടടിയൊത്തു നടന്നു പകർന്നു മാപ്പിളക്കിസ്സത്ത്. മുന്നോട്ട് നാം മുന്നോട്ട്, ഒരൊറ്റ നിരയായി മുന്നോട്ട്, ഒരൊറ്റ നിരയായി മുന്നോട്ട്, ഒരൊറ്റ നിരയായി മുന്നോട്ട്. ഒരു തിരിനാളം മൊത്തത്തിൽ ആചരിക്കുന്ന ഒരു വേളയിൽ വലിയൊരു അധികാരപ്പടി പന്ത്രണ്ടാം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നാട് നടത്തിയിട്ടുള്ളത്. സന്ദേശം നൽകുന്നതിന് വേണ്ടി പട്ടണം മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി കൂടിയായിട്ട് ഷെരീഫ് മാസ്റ്ററെ സാദരം ക്ഷണിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സ്ഥാപിതമായിട്ട് 77 വർഷം പിന്നിടുകയാണ്. 1948 മാർച്ച് മാസം 10-ാം തീയതിയാണ് മദ്രാശിയിലെ രാജാജി ഹാളിൽ വെച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടി രൂപീകൃതമായത്. ഇന്ത്യ രാജ്യത്തെ ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനും പുരോഗതിക്കും വേണ്ടി കഴിഞ്ഞ 77 വർഷത്തോളമായി ഈ പാർട്ടി പ്രവർത്തിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥാപക ദിനത്തിൽ എല്ലാ ആളുകളോടും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഹരിത പതാകയ്ക്ക് കീഴിൽ അണിനേർന്നുകൊണ്ട് ഈ പാർട്ടിയെ എല്ലാ അർത്ഥത്തിലും കരുത്തുറ്റതാക്കി തീർക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ പിന്തുണയും സപ്പോർട്ടും ഉണ്ടാവണമെന്ന് മുസ്ലിം ലീഗിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നു. ഈ സ്ഥാപക ദിനത്തിൽ എല്ലാവർക്കും സ്ഥാപക ദിന ആശംസകൾ അർപ്പിക്കുന്നു. 1948 മാർച്ച് 10-ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ബഹുമാന്യനായ ഖാലിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ നേതൃത്വത്തിൽ പിറവിയെടുത്തു. 77 വർഷം പിന്നിടുമ്പോൾ ഈ രാജ്യത്തിൻ്റെ ന്യൂനപക്ഷങ്ങളുടെ, പ്രത്യേകിച്ച് പിന്നോക്ക ജനവിഭാഗങ്ങളുടെ മുന്നേറ്റത്തിന് അത് നല്ല രൂപത്തിൽ പ്രവർത്തിക്കുകയും രാജ്യത്തിൻ്റെ ജനാധിപത്യ മതേതര പ്രവർത്തനങ്ങളിൽ, കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ രാജ്യ പുരോഗതിക്ക് വേണ്ടി മുന്നോട്ട് നിൽക്കുന്നൊരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ പ്രസ്ഥാനത്തിൽ അണിചേരുക. രാജ്യത്തിൻ്റെ ഇനിയുമുള്ള മുന്നോട്ടുള്ള ഗമനത്തിൽ നമ്മളെല്ലാം പങ്കാളികളാവുക എന്ന സന്ദേശത്തോടു കൂടി നിർത്തുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. ജയിക്കും. ഒരു തിരിനാളം കൺകളിലേന്തിയണഞ്ഞു കായിദെ മില്ലത്ത്. അമ്പിളി ചൂടിയ ഹരിത പതാക പിറന്നു കാർമുകിൽ മാനത്ത്. ഇരുളല നീങ്ങി പുതുഗീതങ്ങൾ പടർന്നു മാമലദേശത്ത്. ഓരോ ചുവടടിയൊത്തു നടന്നു പകർന്നു മാപ്പിളക്കിസ്സത്ത്. മുന്നോട്ട്